പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും. കർത്താവെ, ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ സമാധാനം നൽകണമേ. ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ രോഗപീഠകളിലേക്ക് സൗഖ്യം നൽകണമേ. ഇന്നീ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പാപബന്ധനങ്ങളിൽ അവിടുന്ന് വിശുദ്ധി നൽകണമേ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ നിമിഷങ്ങളായി ഓരോ കുടുംബങ്ങളിലും ഈ സമയം മാറട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആത്മീയ പരിവർത്തനത്തിൻ്റെ സമയങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കാരം പറയരുത് എന്നതിനെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കൊമ്പുയർത്തരുത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 75-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്,
ഗർവോടെ സംസാരിക്കുകയും അരുത്. ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. 75-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അനേകരുടെ ജീവിതത്തിലുള്ള പല പതനങ്ങളുടെയും തൊട്ടു മുമ്പിൽ ഒരു അഹങ്കാരം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എല്ലാ അധപതനത്തിൻ്റെയും മുമ്പിൽ ഒരു അഹങ്കാരത്തിൻ്റെ ചരിത്രം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും. എല്ലാ അഹങ്കാരങ്ങളും അധപതനം വിളിച്ചു വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഇവിടെ വളരെ വലിയ ഒരു ധനാഢ്യൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതിന് ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി കണ്ട് അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രങ്ങൾ അദ്ദേഹത്തെ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം ആരംഭിച്ചു. അദ്ദേഹം ബോംബെയിൽ ഒരു വലിയ ഒരു കമ്പനിയുടെ ഒരു ഓയിൽ സംബന്ധമായ ഒരു വലിയ ബിസിനസ് മേഖലയുടെ അധിപനാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചിട്ട് പറഞ്ഞു, നമുക്ക് 5 ദിവസം അട്ടപ്പാടി സഖീവൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും തിരക്കിനിടയിൽ 5 ദിവസം ധ്യാനം കൂടാനോ, അതൊന്നും കിട്ടുന്നില്ല. വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ധ്യാനം കൂടാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒരു ദിവസം നോക്കാമെന്ന് പറഞ്ഞു. ആ സ്നേഹിതൻ സമ്മതിച്ചു. ശരി, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പാപത്തിലും തിന്മയിലും വലിയ അന്ധകാരത്തിലും ഒഴുകിയിരിക്കുന്നത് കണ്ട സ്നേഹിതൻ്റെ മനസ്സ് നൊന്ത് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ധ്യാനത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനത്തിന് വരേണ്ട ദിവസമായപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഒരു ദിവസമൊന്നും ധ്യാനത്തിന് ഇരിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ 1 മണിക്കൂർ ഇരിക്കാം. നോക്കുക, അഹങ്കാരം. ഈ ആയുഷ്കാലം, ഈ ആയുസ് മുഴുവൻ തന്ന ദൈവം, ഈ സമ്പത്ത് തന്ന ദൈവം, ഈ ആരോഗ്യം തന്ന ദൈവം, എല്ലാം തന്ന ദൈവത്തിന് മുമ്പിൽ ചെലവഴിക്കാൻ ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ പറ്റാത്തത്ര തിരക്കുള്ള മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ ഒരു ദിവസം മാറ്റിവെക്കാം. എന്നാൽ ഈ വ്യക്തിക്ക് തന്നെ എത്ര ദിവസം വേണമെങ്കിലും കുതിച്ച് കൂത്താടി നടക്കാനായിട്ട് യാതൊരു മടിയുമില്ല. എത്ര ദിവസം വേണമെങ്കിലും മദ്യപാനത്തിന് മാറ്റിവെക്കാം. എത്ര ദിവസം വേണമെങ്കിലും സ്നേഹിതരോടുകൂടെ കുടിച്ച് കൂത്താടാൻ വേണ്ടി മാറ്റിവെക്കാം. എന്നാൽ ദൈവത്തിൻ്റെ അരികിൽ പോയിരുന്ന വചനം കേൾക്കാൻ ഒരു ദിവസം പോലും മാറ്റിവെക്കാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ അവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തില്ല. അതിനാൽ അവർക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കൾക്കും വേണ്ടി വിശപ്പും ദാഹവും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് അവർ വേല ചെയ്യേണ്ടി വരും. ദൈവം ഇഷ്ടം പോലെ നൽകി. നല്ല ആരോഗ്യം, നല്ല കുടുംബം, ധാരാളം സ്നേഹിതർ, ഒരുപാട് സഹപ്രവർത്തകർ, നല്ല പൊസിഷൻ, ധാരാളം സമ്പത്ത്, നല്ല ബുദ്ധിശക്തി, നല്ല സംഘടന ശക്തി, എല്ലാം ദൈവം സമൃദ്ധമായി നൽകി. അങ്ങനെ അദ്ദേഹം കുതിച്ചുയർന്ന് നല്ലൊരു സ്ഥിതിയിലെത്തിയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ മാത്രം ആ മനസ്സിനൊരു തിരിച്ചറിവുണ്ടായില്ല, ആ മനസ്സിനൊരു വിവേകം ഉണ്ടായില്ല. ആ മനസ്സ് അന്ധകാരത്തിൽ ആണ്ടുപോയി. പറഞ്ഞു, വേണമെങ്കിൽ 1 മണിക്കൂറെങ്ങാനും നോക്കാം. എന്നാൽ ആ സ്നേഹിതൻ വിട്ടില്ല. ശരി, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അട്ടപ്പാടി സഖീവൻ ധ്യാനകേന്ദ്രത്തിൽ 1 മണിക്കൂറെങ്കിലും ധ്യാനം കൂടണം. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ വെള്ളിയാഴ്ച 5 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ധ്യാനം എപ്പോഴാണ് നിങ്ങൾക്കറിയോ? രാവിലെ 9 മണി മുതൽ 3:30 വരെ. എന്നാൽ ഇദ്ദേഹം ധ്യാനം കൂടാൻ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച 5 മണിക്ക്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞു, തിരക്കാണെന്ന് വെച്ചാൽ തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴേ വരാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, 1 മിനിറ്റാണെങ്കിൽ 1 മിനിറ്റ് ഇദ്ദേഹം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ഒരു കൗൺസിലിങ്ങിന് വിട്ടു. അദ്ദേഹം മനസ്സിൽ എളിമപ്പെട്ടില്ല. അദ്ദേഹം മറക്കട മുഷ്ടി പിടിച്ചുകൊണ്ടേ നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ എത്രയും പെട്ടെന്ന് 5 ദിവസത്തെ ധ്യാനം കൂടുക, ഇല്ലെങ്കിൽ ചേട്ടന് തന്നെയായിരിക്കും നഷ്ടം. വേറെ ആർക്കും വേണ്ടി കൂടണ്ട,
ചേട്ടന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന അവസാനത്തെ ചാൻസാണിത്. ചേട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ ധ്യാനം കൂടിക്കോളാം, ഓക്കെ ഞാൻ അടുത്ത ആഴ്ച ധ്യാനം കൂടിക്കോളാം. ആ ചേട്ടൻ ഇവിടുന്ന് പോയി. എന്നാൽ പോകുന്ന വഴിക്ക് പറഞ്ഞു, ധ്യാനം, പിന്നെ ഞാനല്ലേ ധ്യാനം കൂടുന്നത്, ഞാനെന്താ മഹാഭാവിയാണോ? ഇങ്ങനെ ബോഷ്ക്ക് പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹം ധ്യാനത്തിന് വന്നില്ല. ഒരു 3 ആഴ്ച കഴിഞ്ഞു. അർജൻറ്റായിട്ടൊരു ഫോൺ കോൾ സിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. ആ ഫോൺ കോൾ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നാണ്. അവർ പറഞ്ഞു, അച്ഛാ ബോംബെയിൽ നിന്ന് വിളിക്കണേ, ബോംബെയിൽ നിന്ന്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ചേട്ടൻ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. ബോംബെയിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ ഡോക്ടർമാർ വെന്റിലേറ്ററിലിട്ട് മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പ്രതീക്ഷ നൽകുന്നില്ല. ഒരു ചെറിയ പനി വന്നതാണ്. പനി വന്ന് 2 ദിവസം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ഹോസ്പിറ്റലിൻ്റെ ഹെഡ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. ആ ഡോക്ടർ നന്നായിട്ട് നോക്കി. എന്നാൽ സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും ലോകത്തിനും സഹായിക്കാൻ പറ്റാത്ത സമയം അടുത്ത് കഴിഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ ബോംബെയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു. രാത്രി അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തു. അദ്ദേഹം വെന്റിലേറ്ററിൽ 24 മണിക്കൂറും തീവ്രപരിചരണ വിഭാഗത്തിൽ നന്നായി സസൂക്ഷ്മം എല്ലാ ഡോക്ടർമാരുടെയും പ്രത്യേക പരിചരണത്തിന് കീഴിൽ കഴിഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂർ കഴിഞ്ഞു. സ്ഥിതിഗതികൾക്കൊരു വ്യത്യാസമില്ല. അപ്പോഴാണ് അവർ വിളിച്ച് പറയണത്, അച്ഛാ പ്രാർത്ഥിക്കണം, അത്യാസന്ന നിലയിലാണ്, ബോധം മറഞ്ഞു, സംസാരിക്കുന്നില്ല, ഗുരുതരമായ അവസ്ഥയിലെത്തി. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഒരു പനി വന്നതാണ്, അത് വർദ്ധിച്ച് ന്യൂമോണിയായി, അതും വർദ്ധിച്ച് ഇപ്പോൾ കരൾ ഫങ്ഷൻ ചെയ്യുന്നില്ല, വൃക്ക ഫങ്ഷൻ ചെയ്യുന്നില്ല, ആന്തരിക അവയവങ്ങളെല്ലാം ഡിസോർഡറായി കിടക്കുകയാണ്, ആകെപ്പാടെ ഭയങ്കരമായ തകരാറിലാണ്. അങ്ങനെ മരണാസന്നനായി അദ്ദേഹം ശബ്ദമില്ലാതെ നിശബ്ദനായി സംസാരമില്ലാതെ അദ്ദേഹം അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു രോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് ആന്തരിക സ്രാവം, രക്തസ്രാവം ആരംഭിച്ചു. ഉള്ളിൽ നിന്ന് വരുന്ന രക്തം കട്ട കിട്ടുന്നില്ല. അത് മൂക്കിൽ കൂടെ ഓക്സിജൻ വലിക്കേണ്ടിരുന്ന കുഴലിൽ കൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി മൂക്കിൽ കൂടെ കുഴലിടാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ശ്വാസം എടുക്കണമെങ്കിൽ വേറൊരു ശരീരഭാഗം തുളച്ച് കുഴലിടണം. അങ്ങനെ ശരീരഭാഗം തുളയ്ക്കാനുള്ള ഓപ്പറേഷന് വേണ്ടി ഫിക്സ് ചെയ്തപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു, അങ്ങനെ തുളയ്ക്കാൻ പറ്റില്ല, രക്തം ക്ലോട്ട് ചെയ്യുന്നില്ല. രക്തം ക്ലോട്ട് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഓപ്പറേഷൻ സാധ്യമല്ല. അതുകൊണ്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ബോധമില്ലാതെ അബോധാവസ്ഥയിൽ ആശുപത്രി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു, അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉടനെ സിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ചു, എത്രയും പെട്ടെന്ന് വരണം, പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ബോംബെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, അവിടെ ബോംബെയിലുള്ള ഈ പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ബോധമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കിടക്കുകയാണ്. ഞാൻ ചെന്ന് 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പതുക്കെ ഒന്ന് കണ്ണു തുറന്ന് എന്നെ കണ്ടു. അടുത്തുള്ളവർ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഇന്ന അച്ഛനാണ്. അദ്ദേഹം പതുക്കെ കരങ്ങളൊന്ന് കൂപ്പി. ഉടനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, അച്ഛാ രക്ഷപ്പെട്ടു. കാരണം ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വില കൊടുത്തിട്ടില്ല. ദൈവ മനുഷ്യരെ അദ്ദേഹം വിലമതിച്ചിട്ടില്ല. ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുത്തിട്ടില്ല. പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വാസമില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം കൈകൂപ്പിയതിൻ്റെ അർത്ഥം അദ്ദേഹം വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കണം എന്നാണ് കൈകൂപ്പിയതിൻ്റെ അർത്ഥം. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, രക്തം ക്ലോട്ട് ചെയ്യണം, ഓപ്പറേഷൻ വിജയിക്കണം, ഒരിക്കൽ കൂടെ ജീവൻ തിരിച്ചു കൊടുക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ഈ വ്യക്തി ജീവൻ പ്രാപിച്ചാൽ തിരിച്ച് സജീവൻ ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ധ്യാനം കൂടും എന്ന് നേർന്ന് പ്രാർത്ഥിച്ചാൽ അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും, ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കാൻ ദൈവം ഇടവരുത്തും. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ തീർച്ചയായും 5-10 ദിവസം സജീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നോളാം, ഈ വ്യക്തി ജീവിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
4:30 ഞാൻ അവിടെ എത്തി. 5 മണിക്ക് പ്രാർത്ഥിച്ചു. 6:30 ആ വ്യക്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഞാനൊരു ബലിയർപ്പിക്കാൻ വേണ്ടി ഇടവക ഒരു ദേവാലയത്തിലേക്ക് പോയി. ഞാൻ ബലിയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാറി, രക്തം ക്ലോട്ട് ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും പിറ്റേ ദിവസം പല ദിവസങ്ങളായി ഫോൺ കോൾ വന്നു. അച്ഛാ മെച്ചപ്പെടുന്നുണ്ട്, കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇന്ന് അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് സ്വന്തമായി എഴുന്നേറ്റിരുന്ന് റൂമിൽ പോയിരുന്ന് ആഹാരം കഴിക്കുകയും നടക്കുകയും കൈയും കാലും ഉയർത്തുകയും ചെയ്ത് ഇന്ന് അദ്ദേഹം ഈ ഭൂമി ജീവിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി വരുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം വിളിക്കുമ്പോൾ അഹങ്കാരം പറയരുത്, ഗർവ്വോടെ സംസാരിക്കരുത്. 75-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യം, ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവ്വോടെ സംസാരിക്കുകയും അരുത്. 76-ാം സങ്കീർത്തനത്തിൽ 6-ാമത്തെ തിരുലിഖിതം, യാക്കോബിന്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചല്ലോ. എത്ര ബലിഷ്ഠനായിക്കൊള്ളട്ടെ, എത്ര ശക്തനായിക്കൊള്ളട്ടെ, എത്ര ഖേമനായിക്കൊള്ളട്ടെ, എത്രമാത്രം ഉന്നതനായിക്കൊള്ളട്ടെ, യാക്കോബിന്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ അല്പം ഭയം വേണം, അല്പം ദൈവഭയം വേണം, അല്പം ദൈവഭയം വേണം. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ ഭയത്തോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ദൈവത്തിന് മുമ്പിൽ ഭയത്തോടെ, വിറയലോടെ, ദൈവഭയത്തോടെ വ്യാപരിക്കണം. ബോഷ്ക്ക് സംസാരിക്കരുത്, തൻ്റെ അടിത്തറ സംസാരിക്കരുത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടുമ്പോൾ, ദൈവിക സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നാം മുട്ടായുക്തി പറയരുത്, നാം ഒരു പോക്കൻ സ്വരം കാണിക്കരുത്. ദൈവത്തിന് മുമ്പിൽ ദൈവികമായ ഒരു വിനയം, ദൈവികമായ ഒരു വിധേയത്വം, ഒരു ശാന്തത, ഒരു എളിമ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ കാണിക്കാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു, ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവാലയത്തിൽ പോയി നീ അഹങ്കാരം കാണിക്കരുത്, പ്രാർത്ഥനാ മുറിയിൽ പോയി നീ അഹങ്കാരം കാണിക്കരുത്, വിശുദ്ധ വചനത്തിന് മുമ്പിൽ നീ അഹങ്കാരം കാണിക്കരുത്, ദിവ്യ കൂദാശകളുടെ മുമ്പിൽ നീ അഹങ്കാരം കാണിക്കരുത്, ആരാധനയ്ക്ക് പോകുമ്പോൾ നീ ഗമയോടെ കൊമ്പ് കുലുക്കി നിൽക്കരുത്. നീ ദൈവത്തിൻ്റെ ബലിയർപ്പണങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നീ ദൈവഭക്തി ഇല്ലാത്തവനായി, നീ ധാർഷ്ട്യക്കാരനായി കാണപ്പെടരുത്. നീ ദൈവത്തിന് മുമ്പിൽ ഭയത്തോടെ അവിടുത്തെ പാദം ചുംബിക്കുക, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുക. നീ അനുഗ്രഹീതനായി മാറും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പുകളെ അവിടുന്ന് എടുത്തു മാറ്റി സൗഖ്യം തരണമേ. ഞങ്ങളുടെ ധാർഷ്ട്യത്തിൻ്റെയും ഗർവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും ധിക്കാരത്തിൻ്റെയുമായ ചരിത്രം അവിടുന്ന് കണ്ട് സുഖപ്പെടുത്തി ഞങ്ങൾക്ക് എളിമ തരണമേ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ, ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടെ വ്യാപരിപ്പാൻ ഞങ്ങൾക്കായി തിരിച്ചറിവ് നൽകണമേ. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള അഹന്തകളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഗർവ് സൗഖ്യമാകട്ടെ, ഗർവിഷ്ഠൻ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തോട് അഹങ്കരിക്കുന്നവൻ, ദൈവത്തോട് മറുതലിക്കുന്നവൻ, ദൈവത്തോട് ധിക്കാരം പറയുന്നവൻ, ദൈവിക കാര്യങ്ങളെ പുച്ഛിക്കുന്നവർ, ദൈവിക കാര്യങ്ങളോട് മറുതലി നിൽക്കുന്നവർ, ദൈവിക കാര്യങ്ങൾക്ക് പോകുന്നവരെ നിന്ദിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിച്ച് ദൈവിക കാര്യങ്ങൾക്കുള്ള ദാഹത്താൽ നിറയട്ടെ. ആന്തരികമായി ദൈവിക കാര്യങ്ങൾക്ക് ആഗ്രഹം ജനിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്താൽ ഇപ്പോൾ കെട്ടുകൾ അഴിക്കുന്നു, പൈശാചിക പിടകളെ വിടുവിക്കുന്നു, ബന്ധനങ്ങളെ തകർക്കുന്നു, അങ്ങയുടെ മക്കളുടെ മേൽ ആത്മാവിനെ നിവേശിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇപ്പോൾ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന്
കരങ്ങൾ കൂപ്പി ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവഭക്തി നമ്മുടെ മുഖമുദ്രയാകട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ, ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവഭക്തിയില്ലാത്തവൻ്റെ പ്രാർത്ഥന എന്താണ്? നന്നായിട്ട് ദൈവഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മകനെ, മകളെ, ദൈവഭക്തി നഷ്ടപ്പെട്ടൊരു ജീവിതമാണ് നിൻ്റെ ജീവിതം. ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവം സഹായിക്കും. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഹൃദയം നുറുങ്ങി അങ്ങയുടെ നാമം വിളിക്കുമ്പോൾ ഈ സമൂഹം മുഴുവനെയും ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് കൃപയോടെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തീഷ്ണത, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവഭക്തി, ദൈവഭയം, ദൈവിക കാര്യങ്ങളോടുള്ള താല്പര്യം, ഇതെല്ലാം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു നൽകണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ച് ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഉണർവ് നൽകണമേ. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ദൈവഭക്തി നൽകണമേ. ഇപ്പോൾ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മകൾ മാറി വിശുദ്ധി നിറയട്ടെ. പാപം മാറി വിശുദ്ധി നിറയട്ടെ. അശുദ്ധി മാറി ദൈവസ്നേഹം നിറയട്ടെ. ദൈവത്തോട് താല്പര്യം ഉണ്ടാകട്ടെ. ദൈവീക കാര്യങ്ങൾ അടുപ്പമുണ്ടാകട്ടെ. ആത്മീയ മന്ദത മാറട്ടെ. ആത്മീയ മരവിപ്പ് മാറട്ടെ. ദൈവീക കാര്യങ്ങൾ മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ മാറട്ടെ. വിശ്വാസക്കുറവ് മാറട്ടെ. നിരീശ്വര ചിന്തകൾ മാറട്ടെ. ദൈവനിഷേധം മാറട്ടെ. താന്തോന്നിക സ്വഭാവം മാറട്ടെ. വഷള സ്വഭാവം മാറട്ടെ. എന്തെങ്കിലും വിമർശിക്കുന്ന പ്രകൃതങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യം നിറയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. പരിവർത്തനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ പേര് മാത്യു തോമസ്, പേരാവൂർ ഇടവ. 1990 എൻ്റെ ഈ ഇടത്തുകാലിൻ്റെ ജോയിൻ്റ് മാറ്റി വെച്ചതായിരുന്നു. ഈ 2 വർഷം മുമ്പ് ആ ജോയിൻ്റ് പഴുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ധ്യാനം കൂടാൻ വന്ന് ആ ജോയിൻ്റിൻ്റെ പഴുപ്പ് പോയി. പിന്നെ ഈ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച അച്ഛൻ ശാലോം ടിവിയിലെ ശുശ്രൂഷ പങ്കെടുത്തു. എൻ്റെ കാലിൽ ഈ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് സുഖമായി. ശാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അപ്പച്ചൻ്റെ കാലിൽ ഉണ്ടായിരുന്ന അലർജി രോഗം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അത് ശാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കർത്താവ് നൽകിയ സൗഖ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം ബന്ധപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലീജ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. എനിക്ക് ഗർഭാശയത്തിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബ്ലീഡിംഗ് ഒന്നും ശരിക്കും മാസം കാണായിരുന്നില്ല. അതിന് ഞാൻ 6 മാസം വരെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ബ്ലീഡിങ് കണ്ടായിരുന്നില്ല. ഇവിടെ തിങ്കളാഴ്ച തൈലം പറ്റി പ്രാർത്ഥിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി. പിന്നെ ചെറിയ ചെറിയ മുഴകൾ ഉണ്ടായിരുന്നു വയറിന് സൈഡിലും, പിന്നെ കാലിൻ്റെ ഈ മാംസമുള്ള ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മുഴകളുണ്ടായിരുന്നു. ഇപ്പോൾ മുഴകളൊന്നും കാണാനില്ല. ഈശോ അത്ഭുതകരമായി സൗഖ്യം നൽകി. കൈയടിച്ച് ഈശോയെ ആരാധിക്കുന്നു. അത്ഭുതങ്ങളുടെ കർത്താവ്, വിടുതൽ നൽകുന്ന ദൈവം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. പേര് എലിയമ്മ, സ്ഥലം വടക്കഞ്ചേരി. 5-6 വർഷമായി എൻ്റെ കാല് വേരിക്കോസ് വെയിൻ്റെ ഭയങ്കര വേദനയായിരുന്നു. മുട്ടുകുത്താനും കാല് മടക്കിയിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
മിനിങ്ങാന്ന് ആരാധനയുടെ സമയത്ത് ഇരുന്ന് ആരാധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ കുറേ സമയം ഇരുന്ന് ആരാധിച്ചു. 6 വർഷമായുള്ള വേരിക്കോസ് വെയിൻ്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തി. ഇന്നലെ തൊട്ട് നന്നായി മുട്ടുകുത്താനും ഇരിക്കാനും നടക്കാനൊക്കെ കർത്താവ് സൗഖ്യം നൽകി. കൈയടിച്ച് സ്വയം ആരാധിക്കാം.